കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ നമ്മുടെ വിലാസിനിയടത്തിനെ കണ്ടു. കുറേ കാലമായി നമ്മുടെ കുട്ടിയിടത്തിയെ കണ്ടിട്ട് വല്ലാതെ ഏജൊക്കെ മതിക്കുന്നുണ്ട്, അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വിലാസിനിയടത്തിൻ്റെ പഴയ നാടകങ്ങളും എല്ലാം സിനിമകൾ, പ്രത്യേകിച്ച് കുട്ടിയിടത്തി പോലെയുള്ള സിനിമകൾ ഒക്കെ ഓർമ്മ വന്നപ്പോൾ എൻ്റെ കയ്യിൽ 1972 ഫിലിം വേൾഡിൻ്റെ ഒരു കോപ്പി ഉണ്ട്. അതിൻ്റെ അകത്ത് കുട്ടിയിടത്തിയുടെ PN മേനോൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ ഒരു സ്റ്റില്ലുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ ഇങ്ങനെ മാങ്കാവുള്ളപ്പോഴൊക്കെ ആലോചിക്കും, ആ സ്റ്റില്ല് കൊണ്ടുപോയി കൊടുക്കണം. ഞാൻ ഒരിക്കൽ അവരുടെ മകനോടും പറഞ്ഞു, എടാ എൻ്റെ അടുത്ത് ഇങ്ങനെ അമ്മേൻ്റെ ഒരു ചിത്രമുണ്ട്, അപ്പോൾ പറഞ്ഞു അത് നിങ്ങൾ തന്നെ കൊണ്ടു കൊടുത്താൽ മതി പറഞ്ഞു. കാരണം എന്നാലെങ്കിൽ ഞാനൊന്ന് വീട്ടിൽ പോയി കാണുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇപ്പം ചിലപ്പോൾ വിലാസിനടുത്ത് ഇന്നെ മറന്നിട്ട് തന്നെ ഉണ്ടാവും. അങ്ങനെ ഇന്നലെ ആ ഒരു മീറ്റിങ്ങിന് വന്ന് പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ആ ചിത്രം ഒന്ന് മാലോകരെ കാണിക്കണം എന്നുള്ളൊരു പൂതി തോന്നി. അങ്ങനെയാണ് ഞാനിന്നിപ്പോൾ എൻ്റെ ഇതിലേക്ക് ആ സിനിമയുടെ ആ സ്റ്റില്ല് ഞാൻ ഉപയോഗിക്കുന്നത്. ആദ്യകാല നാടകങ്ങളിൽ KT മുഹമ്മദ്, കുഞ്ഞാണ്ടിയേട്ടൻ്റെയൊക്കെ നാടകങ്ങളിൽ, പിന്നെ വാസു പ്രദീപേട്ടൻ്റെ നാടകങ്ങളിലൊക്കെ സ്ഥിരമായി പ്രത്യക്ഷപ്പെടുന്ന വിലാസിനിയടത്തിയുടെ നാടകങ്ങൾ നമുക്കൊക്കെ ഒരു വലിയ ആവേശമാണ്. അങ്ങനെ കുറേ അമ്മമാരുണ്ട് നമുക്ക്. ശാന്തേടത്തി, വിലാസിനിയടത്തി, പിന്നെ നിലമ്പൂർ ബാലേട്ടൻ്റെ ചേച്ചി, ഇങ്ങനെയുള്ള ഒരു വലിയൊരു സംഘം ആളുകൾ, അമ്മമാരും അവരൊക്കെ നമുക്ക് ഏടത്തിമാരൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ഏടത്തിമാരുടെ ഒരു കാലമൊന്നും ഇല്ല. നാടകം ഉണ്ട്, നാടക നടികളുണ്ടെങ്കിലും ആളുകളുമായിട്ട് അങ്ങനെ ഒരു ഇൻറ്റിമസി ഒന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. PN മേനോൻ്റെ സിനിമയിലും MTയുടെ സിനിമയിലും വന്നതോടുകൂടി മലയാള സിനിമയിലെ നായിക സങ്കല്പങ്ങൾ മൊത്തം മാറ്റിയെടുത്ത അഭിനയമായിരുന്നു സത്യത്തിൽ ഈ വിലാസിനിയടത്തി നടത്തിയിരുന്നത്. കുട്ടിയിടത്തിൻ്റെ കൂടെ മകനായി മറ്റേ സത്യജിത്തും കൂടി ഉള്ള ആ രംഗങ്ങളൊക്കെ, അന്ന് സത്യജിത്തും ശാന്തേടത്തൊക്കെ നമ്മളെ ഒരു കുടുംബം പോലെ ഉള്ളൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ആ ഇതിനെ കൊണ്ട് ആ ഒരു ചിത്രം ഞാനിതിൽ പ്രദർശിപ്പിക്കുകയാണ്. അത് എങ്ങനെ ഉണ്ടാവും ആൾക്കാരൊന്ന് കാണട്ടെ. മാത്രമല്ല വിലാസിനിയടത്തിയും ചിലപ്പോൾ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും PN മേനോൻ്റെ ആ സ്റ്റില്ല്. അപ്പോൾ ഏതായാലും എല്ലാവരും കാണുക. വിലാസിനിയടത്തിനെ അടുത്ത ദിവസം തന്നെ ഞാൻ വന്ന് കാണുകയും ചെയ്യും. 1971 കുട്ടിയിടത്തി വരുന്നത്. കുട്ടിയിടത്തി സിനിമയിലേക്ക് വിലാസിനിയടത്തിയാണ് നായികയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന് അവരുടെ ഒരു മേക്കപ്പ് മാൻ ഒക്കെ ആയിരുന്ന രാഘവേട്ടൻ ആണ് അത്ര ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ ഏതോ ഒരു നാടകം കഴിഞ്ഞിട്ട് ഗ്രീൻ റൂമിലിരിക്കുമ്പോൾ അവിടേക്കാണ് PN മേനോനും MT വാസുദേവൻ വന്നിട്ട് വിലാസിനിയടത്തിനെ കാണുകയും നായികയായി ഉറപ്പിക്കുകയും ചെയ്ത് ഒക്കെ പഴയ കഥകളുണ്ട്. അന്ന് തുടങ്ങി അതിനു മുമ്പും അതിന് ശേഷവും ഇഷ്ടം പോലെ നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്താണെന്നറിയില്ല, കേരള ആയാലും സംസ്ഥാന പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും പ്രഗത്ഭമായ 150 സിനിമകൾ, സീരിയലുകളിലൊക്കെ അഭിനയിച്ച അഭിനേത്രി, അവരെ പെട്ടെന്ന് നമ്മുടെ നാടനെ മറക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. മിക്കവാറും വലിയ വലിയ ഫംഗ്ഷനുകളിലൊന്നും വിലാസിനിയടത്തിനെ കാണാറില്ല, വരാറുമില്ല. പിന്നെ അവസാനം ഞാനൊരിക്കൽ കണ്ടത് MTയുടെ വിയോഗം, ആ ദിവസം അവിടെ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. പക്ഷെ ആളുകളിങ്ങനെ പെട്ടെന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മികച്ച നടിയെ മറക്കുക എന്നൊക്കെ പറയുന്നത് ശരിയല്ല. ഏതായാലും വിലാസിനിയടത്തിനെ ഒരു വലിയ പുരസ്കാരമൊക്കെ നൽകി ആദരിക്കേണ്ട ഒരു കടമ എല്ലാവർക്കും ഉണ്ട്. നാടകമായി നടക്കുന്നവർക്കുണ്ട്, സിനിമയായി നടക്കുന്നവർക്കുണ്ട്, നല്ല സുഹൃത്തുക്കൾക്കുണ്ട്. കോഴിക്കോട്ടുകാരെല്ലാം സ്നേഹത്തിൻ്റെ ഐഡിയൽ ആണെന്നൊക്കെ പറയുമെങ്കിലും ഏതായാലും ഞാൻ ആ ചിത്രം വിലാസിനിയടത്തിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഈ ചെറിയ
ഇതിലേക്ക് പ്രദർശിപ്പിക്കുകയാണ്. നമസ്കാരം.